ഭയങ്കര ഹറിബറി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ച ആൾക്കാരെയൊക്കെ അതിനകത്തൊന്ന് ഇറക്കി ഡയറക്ടർ ഓടിച്ച് എന്ന് വെച്ചാൽ സ്പേസ് കുറവാണ്. ഞാൻ പറഞ്ഞു ഇതെന്ത് ഇവിടെ നമുക്ക് ഇച്ചിരി വെള്ളം തരാനായാലും ഉണ്ടോയെന്ന് ചോദിച്ചു. സമയമില്ല, ഞങ്ങൾക്ക് ഷോട്ട് റെഡി എന്ന് പറയാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങോട്ട് വന്ന് ഞാൻ കുറച്ചങ്ങ് ഇറക്കി വെച്ച് ഞാൻ ഇറങ്ങി ഓടി. സംഭവം ഇത് ഞങ്ങൾക്ക് പെട്രോൾ മേടിച്ച കുപ്പിയാണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് കൈലാഷ് ഇങ്ങനെ നിൽക്കണം. ചേട്ടാ ഇപ്പം എങ്ങനെ മൈലേജ് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ആമേൻ പകരക്കാരനായിരുന്നു, പ്രസിഡന്റിൽ പകരക്കാരനായിരുന്നു, തലപ്പാവിൽ ഞാൻ പകരക്കാരനായിരുന്നു. അങ്ങനെ പകരം ഞാൻ ചെയ്തതെല്ലാം എൻ്റെ കരിയറിൽ ബെസ്റ്റ്. പ്രേമത്തിൽ ഞാൻ പകരക്കാരനായിരുന്നു. അപ്പോൾ എറണാകുളത്ത് താമസമൊക്കെ നമുക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കിടക്കുന്നതാണ് നിങ്ങളുടെ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒറ്റ ടേക്കിലെടുത്ത ഷോട്ടായിരുന്നു ചേട്ടാ. എങ്ങനെയായിരുന്നു ആ ഷൂട്ടിംഗ്? അത് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് സൈക്കിൾ ഇടിക്കുന്നത് മാത്രം കുറേ പ്രാവശ്യം എടുത്തു. ലാസ്റ്റിലത്തെ ഇടി ഓക്കെ വെച്ച ഇടി എന്ന് പറയുന്നത് ഗംഭീര ഇടിയായിരുന്നു. എൻ്റെ പാടൻ്റെ പുറത്തുണ്ടായിരുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ. അന്ന് എൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് മോശമല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. 2 സീനേ ഉണ്ടായിരുന്നുള്ളൂ. അത് അന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാര്യം ഡയറക്ടർ ഹാപ്പി ആയിരുന്നു. അതാണല്ലോ നമുക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഡയറക്ടർ എന്താണോ ഹാപ്പി ആണോ എന്നുള്ളത് മാത്രം ഞാൻ അറിഞ്ഞാൽ വരെ. പിന്നെ തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴും നല്ല റെസ്പോൺസ് ആയിരുന്നു. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയിൽ ഒരുപാട് ചെറിയ കഥാപാത്രങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിയ, എന്നാൽ ആ കഥാപാത്രങ്ങളെല്ലാം മെമ്മറബിൾ ആക്കി മാറ്റിയിട്ട് ഇപ്പോൾ ആള് നായക നിരയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, എന്നോടൊപ്പം ഉള്ളത് ആക്ടർ ജയശങ്കറാണ്. നമസ്കാരം. നമസ്കാരം. അതായത് 30 വർഷങ്ങളെത്തി മറുവശം പോലൊരു സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ 30 വർഷം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒത്തിരി ഉണ്ടെങ്കിലും ഇതിന് പിന്നൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഏറെയാണ്. കാരണം സിനിമ പോലൊരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ. അപ്പം ഈ ഒരു 30 വർഷത്തെ ജേണി ഒന്ന് നോക്കുവാണെങ്കിൽ എങ്ങനെ ആയിരുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ? ഞാൻ 94 തൊട്ട് സിനിമ ചെയ്തു തുടങ്ങി. കുറച്ച് നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും നിൽക്കണോ അതോ പോകണോ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആമേൻ സംഭവിക്കുന്നത് വരെ. ആമേന് ശേഷമാണ് ഇതെനിക്ക് തുടരാം എന്ന് തോന്നിയത്. അതിനു മുമ്പ് സിനിമ വേണോ, വേറെന്തെങ്കിലും ചെയ്യാം എന്ന് തോന്നിയിരുന്നു. ഇപ്പം ആമേൻ സംഭവിച്ചത്, അതായത് ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ അതിന് മുന്നേ അവരൊരു മറുവശം ചിന്തിച്ചാലോ എന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞില്ലേ. ശരിക്കും പറഞ്ഞൊരു സിനിമ മോഹിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സിനിമ പിടിച്ചു നിൽക്കാൻ പറ്റുമ്പം അങ്ങനെ ഒരു ഹോപ്പ് എന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകാൻ അങ്ങനെ എന്തായിരുന്നു? പ്രഗത്ഭരായ ഒരുപാട് സംവിധായകരുടെയൊക്കെ അടുത്ത് വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അവർ തന്ന പ്രോത്സാഹനം അതെനിക്ക് ഈ പണിക്ക് എന്നെ കൊള്ളാം എന്നെനിക്ക് തോന്നി. അവർ തെറ്റു പറയാത്തിടത്തോളം അല്ലെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞവർ. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഇതെനിക്ക് പറ്റാത്ത പണിയല്ല, ഇതിന് പറ്റും എന്നെനിക്ക് തോന്നി. എല്ലാവരെ കൊണ്ടും പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരെ കൊണ്ടും പറ്റത്തില്ലാത്തൊരു പണിയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള എനിക്ക് തോന്നി ഇപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോഴാണെങ്കിലും ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ വന്നിട്ട് അത് മെമ്മറബിൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ചേട്ടൻ ചെയ്ത റോളുണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും ഹാർട്ടിൽ ആ മെമ്മറബിൾ ആയിട്ട് ആ സീൻ ഇപ്പോഴും ഉണ്ട്. എത്ര നേരം ഉണ്ടെന്ന് ചേട്ടൻ അറിയാതില്ല, പക്ഷേ ആ ഒരു റോളൊക്കെ സൃഷ്ടിച്ച ഓളം ഭയങ്കര വലുതാണ്. അപ്പോൾ ആ ഒരു സീൻ എടുത്ത സമയത്ത് ചേട്ടന് തോന്നിയായിരുന്നോ ഇത് ഇത്ര അധികം ആൾക്കാരിലേക്ക് പോകും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ തോന്നുമോ ആ റോളൊക്കെ ചെയ്ത സമയത്ത്? മഹേഷിൻ്റെ പ്രതികാരത്തിനെ കുറിച്ച് എനിക്ക് ബ്രീഫ് ചെയ്ത് തന്നപ്പോൾ ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിരിച്ചു പോയ സാധനമാണ് അതിൻ്റെ അപ്പോൾ അത് കേട്ടപ്പോഴേ ഞാൻ ചിരിച്ചു പോയി. അപ്പോൾ എനിക്ക് അറിയാമായിരുന്നു ഓൾമോസ്റ്റ്. പിന്നെ അത് മേക്കിംഗ് വൈസും എല്ലാം നന്നായി വന്നു. ഇവർക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അത് എങ്ങനെ ആയിരിക്കണം, ജോസ് എന്ന് പറയുന്ന കഥാപാത്രം അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് അവർക്ക് നല്ല ക്ലാരിറ്റി ആയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ എളുപ്പമായിരുന്നത്. മീൻസ് അവരുടെ കയ്യിൽ അത്രയും ക്ലാരിറ്റി ഉള്ളപ്പോൾ എനിക്ക് അതിന് ജസ്റ്റ് ബിഹേവ് ചെയ്താൽ മതിയായിരുന്നു. അത് ഒറ്റ ടേക്കിലെടുത്ത ഷോട്ടായിരുന്നു ചേട്ടാ. എങ്ങനെയായിരുന്നു ആ ഷൂട്ടിംഗ്? അത് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് സൈക്കിൾ ഇടിക്കുന്നത് മാത്രം കുറേ പ്രാവശ്യം എടുത്തു. ലാസ്റ്റിലത്തെ ഇടി ഓക്കെ വെച്ച ഇടി എന്ന് പറയുന്നത് ഗംഭീര ഇടിയായിരുന്നു. അതിൻ്റെ പാടൻ്റെ പുറത്തുണ്ടായിരുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ. മുട്ടൊക്കെ പൊട്ടി വീണ്. അത്രയും പെയിൻഫുൾ ആയിട്ട് എടുത്തൊരു ഷോട്ടായിരുന്നല്ലേ അത്? മുട്ടൊക്കെ പൊട്ടി വീണ് കഴിഞ്ഞിട്ടുള്ള പിന്നെ വേറെ കുറേ കട്ട്സൊക്കെ എടുത്തതിന് ശേഷം എന്നെ കുറേ നേരം റെസ്റ്റൊക്കെ എനിക്ക് തന്നു. അതിന് ശേഷമാണ് പിന്നെ ബാക്കി ഷോട്ട്സ് എടുത്തത്. ഈ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പം ഏത് രീതിയിലാണ് അതിനെ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന ഒരു ആളാണോ? അങ്ങനല്ല, ചുരുക്കം ചിലതൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ചുരുക്കം
അല്ലാതെ ഓൾമോസ്റ്റ് എനിക്ക് വരുന്നതെല്ലാം എന്തോ ഭാഗ്യത്തിന് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുള്ള കഥാപാത്രങ്ങളാണ്. ഒരു സീനായാലും കൊള്ളാം, 2 സീനായാലും കൊള്ളാം, ചെയ്യാനൊരു എലമെൻ്റ് അതിനകത്ത് ഉണ്ടാവും. അങ്ങനെയാണ് അതൊരു ഭാഗ്യം. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ വധു ഡോക്ടറാണെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ചേട്ടൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ജയറാമേട്ടൻ്റെ കൂടെ തന്നെ മകൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് വന്നു. അപ്പം എനിക്കൊന്ന് വധു ഡോക്ടറിനകത്ത് ചെറിയൊരു സീൻ മാത്രമേ ഉണ്ടായിരുന്നു. 2 സീൻ. രണ്ട് സീന്. അതിനുശേഷം അതേ ആക്ടറോടൊപ്പം നിന്ന് സംസാരിക്കാൻ, അത് ഒപ്പം ചെയ്യാനൊരു ഭാഗ്യം. അപ്പം അങ്ങനെയുള്ള ഒരു, അതായത് ഇപ്പം എന്താ പറയണത്, സിനിമയിൽ തന്നെ ആ ഒരു രീതിയിലേക്ക് മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചിലപ്പോൾ ഒരു റിവെഞ്ചൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് അങ്ങനെ ഒരു റോളിലേക്ക് ഞാൻ എത്തും എന്നൊക്കെ അന്ന് ചിന്തിച്ച് അങ്ങനെ ആയിരുന്നു അത് ചെയ്ത സമയത്ത് എന്തായിരുന്നു? അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇതിനകത്ത് ത്രൂ ലെങ്ത് ഉണ്ടായിരുന്നു മകളിനകത്ത്. അന്ന് ചെയ്തത്, അന്ന് എൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് മോശമല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. 2 സീനേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സീൻ വിത്ത് ഡയലോഗായിരുന്നു, മറ്റേതിനകത്ത് ഡയലോഗൊന്നും ഇല്ലായിരുന്നു. ഉണ്ട്, ചെറിയൊരു ഡയലോഗുണ്ട്, ഒരു പീസ് ഉണ്ടായിരുന്നു. അത് അന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാര്യം ഡയറക്ടർ ഹാപ്പി ആയിരുന്നു. അതാണല്ലോ നമുക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഡയറക്ടർ എന്താണോ ഹാപ്പി ആണോ എന്നുള്ളത് മാത്രം ഞാൻ അറിഞ്ഞാൽ പോരെ. പിന്നെ തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴും നല്ല റെസ്പോൺസ് ആയിരുന്നു വധു ഡോക്ടർ. ഇപ്പോഴും നമ്മൾ കോമഡിക്കാണെങ്കിൽ കുറച്ച് മുന്നേ ചേട്ടൻ്റെ പേരൊരാൾ വിളിച്ചപ്പോൾ മാറിപ്പോയപ്പോൾ നമ്മൾ ചിരിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് രജിസ്റ്റേർഡ് ആയെങ്കിലും ഇപ്പോഴും ജയശങ്കർ എന്നൊരു നെയിം നമുക്ക് പെട്ടെന്ന് കിട്ടണില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം അത് ഏത് രീതിയിലാണ് ചേട്ടൻ ആ ഒരു പേര് പോവാത്തതിന് എന്തെങ്കിലും? എൻ്റെ പേര് പലർക്കും അറിയത്തില്ല. ഇപ്പോൾ അത് ജയശങ്കർ ആണെന്ന് പറഞ്ഞാലും എന്നെ പലരും ജയപ്രകാശ് ഇപ്പം കേട്ടില്ലേ നേരത്തെ. അപ്പോൾ അത് ഡയറക്ടേഴ്സ് ആയാലും എല്ലാവരും അങ്ങനെയാണ്. അതെന്താ കുഴപ്പമൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഒന്നാമത് പഴയ ഒരു ജയശങ്കർ ഉണ്ടായിരുന്നു, ഫേമസ് ആയിട്ടുള്ള തമിഴ് നടൻ. അപ്പം നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജയശങ്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വേറെ വേർഡ്സാണ് കിട്ടുക, എന്നിലേക്ക് എത്തുകയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ഞാനത് കാര്യമുട്ടം, എൻ്റെ ഫാമിലി നെയിം എൻ്റെ കൂട്ടത്തിൽ കൂടി. പക്ഷേ ഇത് ജയശങ്കർ കാര്യമുട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര എഴുതി വരുന്നുണ്ട്. അത് കാരണം പലരും വെക്കാറില്ല. പക്ഷേ എന്നെ ഇപ്പോൾ ജയശങ്കർ കാര്യമുട്ടം എന്നുള്ള നിലയിൽ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ, എൻ്റെ വേറെ വേർഡ്സ് കുറച്ചൊക്കെ വരും. അങ്ങനത്തെ ഒരു ഇതിന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പേര് കാരണം എന്തെങ്കിലും അതായത് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പോയിട്ടുണ്ടോ, അല്ലെ എത്താതെ പോയിട്ടുണ്ടോ? ഉണ്ടാവണമല്ലോ, ഉണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോഴ് പലരും എൻ്റെ അടുത്ത് പറയുന്നത് പല ടോക്കിലും വരുമ്പോൾ വിഷക്കോലാണ് പറയുക. വിഷക്കോൽ ചെയ്താൽ ആപ്റ്റായിരിക്കും ചിലർ പറയും. അപ്പോൾ അങ്ങനെയാണ്. അല്ലാതെ ജയശങ്കർ എന്നല്ല. ഇപ്പോഴും അവർ സിനിമക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാസ്റ്റിങ്ങിൻ്റെ സമയത്താണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ആയിരിക്കും സജഷൻസ് വരിക, ഇങ്ങനെയാണ് എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പം മറുവശത്തിലേക്ക് വരുവാണെങ്കിൽ അനുറാം, എങ്ങനെയായിരുന്നു ചേട്ടനെ ഈ ഒരു സെൻട്രൽ ക്യാരക്ടറിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സിനിമ ചേട്ടനിലേക്ക് എത്തുന്നത് മറുവശം? വേറെ എന്തോ വലിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യാനായിട്ട് വേറെ ആർട്ടിസ്റ്റുകളൊക്കെ അനുറാം ആലോചിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ, ഇന്ദ്രൻ ചേട്ടന് വേണ്ടിയിട്ട് ആദ്യം ആലോചിച്ചു. അപ്പോൾ സുരേന്ദ്രൻ എന്ന് പേരിടാൻ തന്നെ കാര്യം, ഈ ക്യാരക്ടറിന് അങ്ങനെ ഇടാൻ കാര്യം തന്നെ അതാണെന്നൊക്കെയാണ് അതിൻ്റെ ഉറപ്പ്. അപ്പോൾ അന്ന് ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവർ പിന്മാറുകയും അതിനുശേഷം അപ്പം ഇത് ചെയ്യണം എന്നുള്ള അദമ്യമായ ആഗ്രഹം അനുവിനുണ്ടായിരുന്നത് കൊണ്ട് അനുവിൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച് അവരുടെ എല്ലാവരും ഹെൽപ്പോട് കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ വന്നപ്പോഴത്തേക്കും ബഡ്ജറ്റൊക്കെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നു. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വിളിച്ചൊരു ഇപ്പോൾ പറയുമ്പോഴാണെങ്കിലല്ലേ പല സിനിമകളും ഭാഗ്യം കൊണ്ട് എത്തിച്ചേർന്നൊരു ആർട്ടിസ്റ്റോടെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ അതും സൃഷ്ടിച്ച ഒരോളവി കിട്ടുന്ന അതായത് വലിയ ബഡ്ജറ്റിലുള്ള സിനിമയായിരുന്നു ദൃശ്യം. അതിലൊരു പാർട്ടാകുക എന്ന് പറയുന്നതും അതും ലാലേട്ടനൊപ്പം. അപ്പം ആ റോളും എങ്ങനെയായിരുന്നു? ചേട്ടനിലേക്ക് തന്നെ ആയിരുന്നു ആദ്യം എത്തിയത്, അതോ മാറി വന്നതായിരുന്നോ? അത് മാറി വന്നതായിരുന്നു. അത് കോവിഡിൻ്റെ സമയത്ത് 60 വയസ്സിന് മേലേക്കുള്ളവർക്ക് പുറത്തിറങ്ങരുതെന്നൊക്കെ ഒരു റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അത് ചെയ്യാനിരുന്ന ആളെന്തോ 60 വയസ്സിന് മേലെയുള്ള ആളോ എന്തോ ആയിരുന്നു അവരാദ്യം ഫിക്സ് ചെയ്തിരുന്നതെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അദ്ദേഹത്തിന് പുറത്ത് വരാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ എന്തോ ഒരു എന്നിലേക്ക് വന്നതാണ്. ഞാൻ ആമേൻ പകരക്കാരനായിരുന്നു, പ്രസിഡൻറ്റിൽ പകരക്കാരനായിരുന്നു, തലപ്പാവിൽ ഞാൻ പകരക്കാരനായിരുന്നു. അങ്ങനെ പകരം ഞാൻ ചെയ്തതെല്ലാം എൻ്റെ കരിയറിൽ ബെസ്റ്റായിരുന്നു. പ്രേമത്തിൽ ഞാൻ പകരക്കാരനായിരുന്നു. വേറെ ആരാണ് അവരാദ്യം പ്രിഫർ ചെയ്തിരുന്നത്? എനിക്കത് പകരക്കാരനായിട്ട് വന്നിട്ടില്ലേ, പിന്നെ ആ റോളിനൊന്നും പകരം വെക്കാൻ ആരും ഇല്ലെന്ന് തെളിയിച്ചത്. അതായത് ഇപ്പം പ്രേമത്തിലെ പ്യൂണാണെങ്കിൽ നമുക്കത് മെമ്മറബിൾ ആണ്. അങ്ങനെ ഒരാളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം മഹേഷിൻ്റെ പ്രതികാരം ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ ചേട്ടന് വേണ്ടിയിട്ട് എഴുതിയ സാധനങ്ങൾ തന്നെ കറങ്ങിത്തിരിഞ്ഞ്
കറക്റ്റ് കൈകളിൽ എത്തി എന്നുള്ളതാണ്. അത് ഡയറക്ടേഴ്സ്, ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ, ഡയറക്ടേഴ്സ് ആണെങ്കിലും ആ സാറ്റിസ്ഫാക്ഷൻ കാണുമ്പോഴുള്ള ഇത്. ശരിക്കും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കയറി വന്ന സമയം ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, ആ ഒരു സമയം സിനിമ തന്നെ മോഹിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു? അല്ല, എനിക്ക് അപ്രാപ്യമായ ഒരു മേഖലയാണ് സിനിമ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു, ഞാനൊരു പക്ക ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം എനിക്ക് സിനിമ അവരെല്ലാം വലിയ വലിയ ആൾക്കാർ, അപ്പം അവർക്ക് എനിക്ക് അവിടേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു പരിചയമോ അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ഞാൻ മത്സര നാടകങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ബാബു ജനാർദ്ദനാണ് എന്നെ ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിസാറിക്കയുടെ ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു ഏഷ്യാൻ്റെ തുടക്കകാലത്ത്. അതാണ് ഫസ്റ്റ് ഞാനൊരു ക്യാമറ അഭിമുഖീകരിക്കുന്നത്. പിന്നീട് മധു ഡോക്ടറാണെന്ന് പറഞ്ഞ സിനിമ. അദ്ദേഹത്തിൻ്റെ നിസാറിക്കയുടെ അസോസിയേറ്റ് ആയിരുന്നു കെ ഹരിദാസ്. അദ്ദേഹം മരിച്ചുപോയി. പുള്ളിയുടെ ഫസ്റ്റ് പടം. അപ്പോൾ അത് ഇവർ സുഹൃത്തുക്കളായ കാരണം ഇവരിങ്ങനെ കഥയൊക്കെ ചർച്ചയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും എൻ്റെ ഡ്രാമസൊക്കെ ബാബു കണ്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് പറ്റിയ ആളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മധു ഡോക്ടറാണുള്ളൊരു വേഷം ചെയ്യുന്നത്. ഇപ്പോൾ സുഹൃത്തുക്കളുണ്ടെങ്കിൽ സിനിമയിൽ പിടിച്ച് നിൽക്കാം, അല്ലെങ്കിൽ സിനിമയിൽ ഒരാൾ ഉണ്ടെങ്കിൽ പിടിച്ച് നിൽക്കാം. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത സമയത്താണ് ചേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റ് കയറി വരുന്നത്. ആരും ഹെൽപ്പ് ചെയ്തിങ്ങനെ പറഞ്ഞു തരാനില്ലാത്തൊരു സമയത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സിനിമ എന്ന് പറയുന്നൊരു വലയമുണ്ടല്ലോ. അപ്പം അതാണോ ശരിക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതെ പോയത്, അല്ലെങ്കിൽ 30 വർഷമായിട്ടും ഒരു സ്ലോ ഗ്രോത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കുമോ? ഞാനൊന്നും ചങ്ങനാശ്ശേരി താമസം. അപ്പോൾ എറണാകുളത്തൊന്നും ഞാൻ ഫ്രീക്വൻ്റായിട്ട് വരാറില്ലല്ലോ. അപ്പോൾ എറണാകുളത്ത് താമസമൊക്കെ നമുക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കിടക്കുന്നതാണ് നിങ്ങളുടെ കുഴപ്പമെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് വിട്ടുമാറി ഇവിടെ തന്നെ വന്ന് താമസിക്കാനൊക്കെ ഉള്ള ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. അമ്മയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട്, ഞാൻ ഒറ്റ മോനാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അവരെ അമ്മയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കലൊക്കെ അമ്മയൊക്കെ ബുദ്ധിമുട്ട് വരും. അമ്മയുടെ സഹോദരങ്ങളുടെ അടുത്ത് കാണൽ പിടിക്കൽ, അപ്പോൾ അതൊക്കെ കുറയും. അമ്മയ്ക്ക് അവർക്കൊക്കെ ഭയങ്കര അവരോടൊക്കെ ഭയങ്കര സ്നേഹവും. അപ്പോൾ ആ ഒരു ചുറ്റുപാടിയിൽ നിന്ന് അമ്മയെ ഇവിടെ കൊണ്ടുവന്നൊരു ഫ്ലാറ്റിലേക്കോ ഒക്കെ താമസിപ്പിക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മ ഒരു 3 വർഷം മുമ്പ് മരിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവിടെ താമസിക്കണമെന്ന്, ഇപ്പം അത്യാവശ്യം ഇപ്പോൾ ഇവിടെ താമസിച്ചാലും എവിടെ താമസിച്ചാലും ഇപ്പം ഒരു വിലയായി. നേരത്തെ കുറച്ച് എളുപ്പമായിരുന്നതിനും ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കണക്ഷൻസ് ആകുകയും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് ഓർക്കാതൊക്കെ വരുന്നവരൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും പല കാര്യങ്ങളും തിരക്കുകളും ഇപ്പോൾ അല്ലേ. അപ്പോൾ ചിലപ്പം ഒരു ക്യാരക്ടറെ ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ എന്നെ ഓർമ്മ കിട്ടണമെന്നില്ല. ഞാനത്ര ഫ്രീക്വൻറ്റ് ടച്ചിൽ നിൽക്കുന്ന ആളല്ലാത്തതും കൂടെ കൊണ്ട് അതായിരിക്കും താമസം. എനിക്ക് അങ്ങനെ താമസം ഉണ്ടായി. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇത്രാമത്തെ വയസ്സ് ഇന്നതിന് വയതൊക്കെ വന്ന് അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. സിനിമയില്ലാത്ത സമയങ്ങളിലൊരു ആക്ടർ ജയശങ്കർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ ആയിരിക്കും? എനിക്ക് പല ബിസിനസ്സുകളുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ എല്ലാം 1 by 1 സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. കാര്യം സിനിമ കൊണ്ട് എനിക്ക് മാത്രം എൻ്റെ കാര്യങ്ങൾ നടക്കത്തില്ലായിരുന്നു. ഞാൻ വളരെ ദിവസങ്ങൾ കുറച്ചാണ് വർക്ക് ചെയ്യാറ്. സിനിമകളും വളരെ കണ്ടമാന സിനിമകൾ ചെയ്യാറില്ലായിരുന്നു. വരുന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അല്ല, ഞാൻ ഒഴിവാക്കുന്നതല്ല. അപ്പം എനിക്ക് മറ്റു മാർഗ്ഗങ്ങൾ വേണമായിരുന്നു. ഇപ്പോൾ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ബാക്കപ്പ് വേണം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ജോബ് വേണം, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പുതുതായിട്ട് ഒരാൾ കയറി പോകുമ്പം നിങ്ങൾ അങ്ങനെ ഒരു ബാക്കപ്പ് ഇല്ല എങ്കിൽ സിനിമയിലും പിടിച്ച് നിൽക്കാൻ പറ്റില്ല, പിന്നെ എന്തെന്നറിയാതെ നിൽക്കേണ്ടി വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു മണി ബാക്കപ്പ് ഉള്ളവർക്ക് മാത്രമേ സിനിമയിൽ ആസ് എ ബിഗിനർ കയറി വരാൻ പറ്റുള്ളൂ? അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോ കാരണങ്ങളുണ്ടാകും. ഇപ്പം എനിക്ക് ബാക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്നാണ്. അല്ലെങ്കിൽ ഇത്രയും വർഷമൊക്കെ ഞാൻ ഇത്രയും സമയം ഇതിനു വേണ്ടി മെനക്കെട്ട സമയം ഞാൻ വേറെ വല്ലതും ചെയ്യുകയാണെങ്കിൽ എനിക്കപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിന് പരിമിതികളുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഞാൻ എൻ്റെ അഭാവത്തിലും കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കും പുഴയ്ക്കും മാത്രം ചെയ്യാവുന്നത്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ ഫുൾ ടൈം നമുക്ക് അതുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഇത് പോകും. ഇത് ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെയൊക്കെയുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പരിപാടികളാണ് ചെയ്തത്. വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അല്ലേ? ഇപ്പോൾ സിനിമകളിലാണെങ്കിലും പല വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം, ആ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്താൽ ആഗ്രഹമുണ്ടെന്ന്, എന്നിട്ട് നടക്കാതെ പോയ ഏതെങ്കിലും ഒരു? എനിക്ക് ആനക്കാരൻ വേഷം ഭയങ്കര ഇഷ്ടമുള്ളൊരു വേഷമാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ പോലെ നമുക്ക് ആനയുണ്ടായിരുന്നു, വലിയ ആനയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ പോയിരിക്കണം, ഇവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് എന്നോട് ചോദിക്കുകയാണ് ആരാകണം, ഭാവിയിൽ ആരാകണമെന്ന് വെച്ചാൽ ഒരു ആനക്കാരനാകണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അത്ര ആനയോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. പിന്നെ ബസ് റേസ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ ഡ്രൈവിങ് എനിക്ക് ഭയങ്കര ക്രേസാണ്. അപ്പോൾ അങ്ങനെ
ഒരു ഡ്രൈവറാകണം എന്ന് പറയുമായിരുന്നു. അല്ലാതെ IAS എന്നോ IPS എന്നോ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത കാലത്ത് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ആനപ്രാന്തൊക്കെ കുറച്ച് നാളേ ഉള്ളൂ. ഭയങ്കര ഇപ്പം എൻ്റെ അനിയനുണ്ട്, എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മകനുണ്ട്, അമ്മാവനുണ്ടായിരുന്നു. അവനിപ്പോൾ ഒരു 3-4 ആനയുണ്ട് വീട്ടിൽ തന്നെ ഓൾറെഡി. അപ്പം പിന്നെ ഇത് ഭയങ്കര റിസ്ക്കാണ്, അന്നത്തെ കാലം പോലെയല്ല. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റിക്കൊന്നും വെളി ആശ്രയിക്കാതെ നമ്മുടെ പറമ്പുകളിൽ നിന്ന് തന്നെ കൊടുക്കായിരുന്നു. ഇപ്പോൾ ഒക്കെ നമ്മൾ വാങ്ങി കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് ഭയങ്കര എപ്പോഴായിരുന്നു എക്സ്പെൻസീവ്. 1.5 ലക്ഷം രൂപ ഒരു മാസം ചിലവ് വരും. ഒരു 3-4 ആനയൊക്കെ നോക്കാൻ എത്ര എക്സ്പെൻസ് വരുമായിരിക്കും? ഒരു മാസം ആനയ്ക്ക് എങ്ങനെയായാലും 1.5 ലക്ഷം രൂപ ചിലവ് വരും. 1.5 ലക്ഷം രൂപ. പിന്നെ ഓക്കെ. അപ്പം നമ്മളിപ്പം ഹ്യൂമർ എലമെൻസ് ഉള്ള ഒരുപാട് റോളുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഈ ഹ്യൂമറിൽ തന്നെ ആ ഒരു കാറ്റഗറൈസ്ഡ് ആയി പോകുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും ജഗതി ചേട്ടനാണെങ്കിലും അങ്ങനെയൊക്കെ. അപ്പം ഹ്യൂമർ എനിക്ക് പറ്റിയൊരു കാര്യമാണെന്ന് റിയലൈസ് ചെയ്തതാണോ അതോ ചെയ്ത് മനസ്സിലായതാണോ? എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നിയിരുന്നോ? ഇല്ല, അങ്ങനൊന്നും അല്ല. ഇപ്പം സംസാരിക്കുമ്പോൾ സീരിയസ് ആവുന്നുണ്ട്, അതേപോലെ തന്നെ കോമഡി ആവുന്നുണ്ട്. അല്ല, നമുക്ക് വരുന്ന കഥാപാത്രം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഡയറക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ആ ഒരു സാധനത്തിലേക്ക് നമ്മൾ എത്തുമല്ലേ. അല്ലാതെ എനിക്ക് ഇന്ന ക്യാരക്ടർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ എന്നോ അങ്ങനൊന്നുമില്ല. നമ്മളെപ്പോഴും ഡയറക്ടറുടെ ടൂളായിരിക്കുമല്ലോ. അപ്പോൾ ഞാനൊരു പ്രത്യേക മോൾഡിലേക്കൊന്നും പോയി കയറാറില്ല. എനിക്ക് വേണ്ടി തന്നെ ഒരു മോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആക്ടിങ്ങും സംഭവമൊന്നും എനിക്കില്ല. എന്താണോ ഡയറക്ടർ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ആ ഒരേ സ്റ്റീരിയോ ടൈപ്പ് ആയി പോകത്തില്ലേ. ഇപ്പം എനിക്ക് മാലപ്പടക്കം പോലെ ഇട്ട് കാണിക്കാം. കുറച്ച് ക്ലിപ്സ് എടുത്തിട്ട് അടുപ്പിച്ച് 2-3 കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടുക എന്നുള്ളത് ഭാഗ്യമാവും. അല്ലാതെ നമുക്ക് മനഃപൂർവ്വം അങ്ങനെ ഒന്നും ആകാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നില്ല. പിന്നെ അതല്ല, ഇപ്പം ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് ഡിഫറെൻ്റ് ആണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു. അപ്പം അതുപോലെ ഇപ്പം മറുവശത്തിലെ ഈ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ടാണ്. അപ്പം ഈ ഒരു ക്യാരക്ടർ ഏതൊക്കെ ഇമോഷൻസ് ആയിരിക്കും ആ സിനിമയിലെ? അല്ല, ഇയാൾ ഒരു കോമൺ മാൻ, ഒരു സാധാരണ മനുഷ്യൻ്റെ അയാൾ അഭിമുഖീകരിക്കുന്ന ഓരോരോ പ്രശ്നങ്ങളില്ലേ, അതൊരു എന്താ പറയുക, ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. മീൻസ് നമുക്ക് പലരിൽ അല്ലെങ്കിൽ പലരും അഭിമുഖീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാണുന്ന ഓഡിയന് ഒരാൾക്ക് കാണുമ്പോൾ അത് ഇങ്ങനൊരു സംഭവം അയാൾ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് അറിയാമായിരിക്കും. അങ്ങനെ ഒരാളെ നമുക്ക് പരിചയമുണ്ടാവും. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അയാളുടെ എല്ലാ രീതിയിലുള്ള ഇമോഷൻസും ഉണ്ട്. അതുപോലെ ഈ സിനിമയിൽ ഷഹീൻ സിദ്ദിഖ് വരുന്നുണ്ട്, അതുപോലെ കൈലാഷ് ഉണ്ട്, അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു സ്മിനു സിജോ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സ്മിനു സിജോ ചേട്ടൻ്റെ പേരായിട്ടാണ് ഈ സിനിമയിൽ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ? വളരെ നല്ല കോമ്പിനേഷനായിരുന്നു. ഞങ്ങളൊരു ഹോസ്പിറ്റൽ സീക്വൻസ് ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഒത്തിരി സീൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചേ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇത് ഒരു തരത്തിൽ ഷൂട്ട് ചെയ്ത് വൈകുന്നേരമായി. അപ്പോൾ 9:30 കൊണ്ട് ഷൂട്ട് നിർത്തണം. അപ്പോൾ അതൊരു ലെങ്തി സീക്വൻസാണ്. ബൈ ഹാൻഡ് ക്യാമറ ഒക്കെ വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്ത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ഒറിജിനൽ ഹോസ്പിറ്റൽ തന്നെയാണ്, കുഞ്ഞു ഹോസ്പിറ്റൽ. അതെന്ന് പറഞ്ഞാൽ എക്സ്റേ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ഒരു ഡോക്ടറും സ്റ്റാഫും ക്ലിനിക്ക് പോലെ. അപ്പോൾ അവിടെയാണ് ചെയ്യുന്നത്. അതൊരു കൊച്ചുമുറിയായിരുന്നു. അവിടെ ഇങ്ങനെ ഭയങ്കര ഹറിബറിയായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ച ആൾക്കാരെയൊക്കെ അതിനകത്തൊന്ന് ഇറക്കി ഡയറക്ടർ ഓടിച്ച് എന്ന് വെച്ചാൽ സ്പേസ് കുറവാണ്, സമയം പോകുന്നു, ഇതിനകത്ത് തീരണം. ഭയങ്കര ലെങ്തി ഡയലോഗ്സ്, ഭയങ്കര മൂമെൻറ്റ്സ് കുറേ ആർട്ടിസ്റ്റുകൾക്ക്, കൈലാഷിനൊക്കെ. അപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഇതെന്ത് ഇവിടെ നമുക്ക് ഇച്ചിരി വെള്ളം തരാനായാലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഇതിൻ്റെ ജോഷി എന്ന് പറയുന്നത്, ജോഷി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജോഷി ജോൺസൺ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ജോഷി ഓടിപ്പോയിട്ട് ബക്കറ്റിനകത്ത് ഇങ്ങനെ കുറേ കുപ്പികൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അവിടെ കൊണ്ട് വെച്ചിട്ട് ഒരെണ്ണം തുറന്നിട്ട് പുള്ളി, സമയമില്ല ഞങ്ങൾക്ക് ഷോട്ട് റെഡി എന്ന് പറയാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങോട്ട് വന്ന് ഞാൻ കുറച്ചങ്ങ് ഇറക്കി വെച്ച് ഞാൻ ഇറങ്ങി ഞാൻ വെള്ളോട്ടിറങ്ങാൻ അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് ലൈറ്റൊക്കെ ഇരിക്കുന്നു. ഇവിടെ ജനലാണെങ്കിൽ ക്ലോസ്ഡ് ജനൽ, ലൈറ്റൊക്കെ മറ്റേ ലൈറ്റ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ചെയ്ത് കഴിച്ചിരിക്കുന്നു. ഞാൻ നോക്കി പോയി അറിയാമല്ല അപ്പുറത്ത് തുറന്നു പോകണം. അതിനകത്തോടെ ഞാൻ പോയി തുപ്പി. അപ്പോൾ ഇത് ഞാൻ പെട്രോൾ മേടിച്ച കുപ്പി ഏതാണ്ടായിരുന്നു. ഇവരവിടെ കുപ്പി എന്ത് പ്രശ്നം. ഞാൻ എന്നിട്ട് പിന്നെ സമയമില്ല എനിക്ക്. അന്നേരം തൊട്ട് ഇടയ്ക്ക് ഇങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി, വെളിയിൽ പോയി ഞാൻ ഓക്കാനിക്കും.
ഭയങ്കരമായിട്ട് ഇത് കഴിഞ്ഞ് പിന്നെ വന്ന് ഷോട്ടിലിരിക്കും. അപ്പം ഈ ഡോക്ടർ അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഡോക്ടറെ കാണാൻ ഡയറക്ടറൊക്കെ അങ്ങ് ടെൻഷനായിപ്പോയി. അപ്പോൾ ഞാൻ നേരെ അവിടെ ഡോക്ടറെ അടുത്ത് നിന്നിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ലങ്സിന് ന്യൂമോണിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എക്സ്റേ എടുക്കണം, ഇവിടെ അത് സംവിധാനമില്ല, പുറത്തു എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഈ സമയത്ത് നടക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ പെട്രോൾ എടുത്ത് കുടിക്കുകയല്ലായിരുന്നു, ഓൾറെഡി അത് എടുത്ത പാത്രത്തിൽ അതിൻ്റെ ആ കുപ്പിയിൽ അതിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നു, അത്രേ സംഭവിച്ചിട്ടുള്ളൂ, വേണോ എന്ന് ചോദിച്ചു. അല്ല അതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വോമിറ്റിംഗ് ടെൻഡൻസിക്കൊക്കെ ഒരു ശകലം കുറച്ച് സമയം, എന്നിട്ട് ഞാൻ പിന്നെ ഷോട്ടിലിരിക്കും. ഇടയ്ക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരുമ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ട് ടീം തിരിച്ച് കയറി വന്ന് കിടക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ 9:30-ക്കായിട്ട് ഞങ്ങൾ ഈ സീൻ ഷൂട്ട് ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്കൊക്കെ ഈ ഗ്യാസ് ഇങ്ങനെ വരും. അപ്പോൾ എന്നൊരു ഈ ഗ്യാമ്പക്കം പോലെ ഇങ്ങനെ വരും. അതിങ്ങനെ വരുമ്പോൾ ഈ പെട്രോളിൻ്റെ മണമാണ് ഇങ്ങനെ വരുന്നത്. ഏതോ വണ്ടിക്ക് എന്തോ ജനറേറ്ററിനോ അങ്ങനെ എന്തോ സാധനത്തിനടുത്ത് ഒഴിച്ചതാണ്. അപ്പം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യം. തലേ ദിവസത്തെ ഓരോരുത്തരായിട്ട് വന്ന് ഗുഡ് മോർണിംഗ് പറയുന്നു, എങ്ങനെയുണ്ട് ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര രസം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് കൈലാഷ് ഇങ്ങനെ നിൽക്കണം. കൈലാഷ് ചേട്ടാ ഇപ്പം എങ്ങനെയുണ്ട്, മൈലേജ് എങ്ങനെ ഉണ്ടെന്ന്. ഒരു കണക്കിന് പറഞ്ഞാൽ എനിക്ക് 2-3 ദിവസത്തേക്ക് ഞാനങ്ങനെ നടക്കുന്നത് തിരിച്ചിൽ പറയാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്നത്. അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങളാപ്പാ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വല്ലാത്തൊരു ഫണ്ണി ഇൻസിഡന്റ് ആയി പോയി. എന്നാലും പെട്രോളൊന്നും കുടിക്കാഞ്ഞ ഭാഗ്യം അത്. പിന്നെ അത് ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? ഇല്ല, 2 ദിവസത്തേക്ക് എനിക്ക് കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ചിരിച്ചെങ്കിലും അത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അല്ല, എനിക്കിതിന് മുമ്പും ഇങ്ങനെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ സിറ്റി ഓഫ് ഗോഡ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഫുൾ ടൈം ഒരു തമിഴ് ക്യാരക്ടറാണ്, ആണ്ടി എന്ന പേരുള്ള. അപ്പോൾ ഈ രോഹിണി, പഴയ നമ്മുടെ രോഹിണിയുടെ ഹസ്ബൻഡായിട്ടാണ്. അപ്പം ഇയാൾ ഫുൾ ടൈം വെള്ളമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഷൂട്ടിങ്ങിനെ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ഊണ് കഴിക്കുന്ന പണികളുടെ കുറേ ഷോട്ട്സ് എടുത്തു. അത് കഴിഞ്ഞ് ഊണ് കഴിക്കുന്ന ഒരു ഷോട്ട്സ് പെട്ടെന്ന് പ്ലാനായി വന്നതാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിരുന്നപ്പോഴത്തേക്കും ഡയറക്ടർ പറഞ്ഞു ചേട്ടന് മദ്യക്കുപ്പി ഒരെണ്ണം ഫ്രണ്ട് വേണമെന്ന് പറഞ്ഞു, മദ്യവും. അപ്പോൾ ഞാൻ എന്തോ ഒരു സാറേ ഇത് ഞാൻ കുടിക്കണോ, ഷോട്ടിൽ കുടിക്കണോ, അതവിടെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു. ഇയാൾ ഫുൾ ടൈം തന്നെയാണ്. അപ്പോൾ ഇനി പണിയൊക്കെ സൈറ്റൊക്കെ ആണല്ലോ. അല്ലല്ല കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് അന്നേരം പറഞ്ഞു തീരുമാനിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാം ഹറിവറിയായിട്ട് ചെയ്യില്ലേ. ഒരു കുപ്പിക്കകത്ത് ഒരു ചെറിയ പൈൻ്റ് കുപ്പി പോലത്തെ ഒരു സാധനത്തിനകത്ത് കൊണ്ടുവന്നിട്ട് കടും ചായ എടുത്ത് ഒഴിച്ചവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ ഇതെടുത്ത് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എടുത്തിട്ട് ഈ അടപ്പ് തുറന്നിട്ട് ഞാൻ ചുമ്മാ ഒന്ന് മണത്ത് നോക്കി. അതിന് ഭയങ്കര മണമുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞ കാരണം അവിടെ നിന്ന് എന്തോ ഒരു കുപ്പി എടുത്തിട്ട് അതിനകത്തോട്ട് ഈ കട്ടൻ ചായ ഒഴിച്ച് നേരെ കൊണ്ടുവച്ചതായിരുന്നു. അതന്നേരം ഇത് ചോദിക്കാൻ എന്തോ എനിക്ക് തോന്നി. ഞാൻ ഡയറക്ടറോട് ചോദിച്ചു. അതേമാരല്ല കുടിക്കണമെന്ന് പറഞ്ഞ എന്തോ ആ ഒരു സാധനത്തിന് എനിക്ക് തോന്നി ഇതൊന്ന് മണത്ത് നോക്കണം, കുപ്പി നല്ലതാണോ എന്ന് മണത്ത് നോക്കണം. അതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടു. ഞാൻ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിനവിടെ ഞാൻ പറഞ്ഞു ഇതെന്താ ഇത് സ്മെല്ല് കണ്ടോന്ന് ചോദിച്ചു. പിന്നെ വേറെ കുപ്പിക്കകത്ത് കൊണ്ടുവന്ന് വേറെ സാധനം വെച്ചു, കട്ടൻ ചായ വേറെ ഉണ്ടാക്കിയത് കൊണ്ടു തന്നു. അല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ തിരക്കിനിടയ്ക്ക് പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഇപ്പോൾ അറിയാതെ ഞാനിത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഇവർ കാണുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ ഇവർ വെള്ളം കൊണ്ട് തരുമ്പോൾ ഞാൻ മണത്ത് നോക്കിയിട്ടല്ലേ കുടിക്കത്തുള്ളൂ. അതിന് ശരി ഏതോ പിറ്റേ ദിവസം ഇവർ വെള്ളം നമുക്ക് അല്ല, സിനിമയ്ക്കിടയ്ക്കാണ് ഇത്ര പെട്ടെന്നൊക്കെ എടുത്ത് തീർക്കേണ്ട ഷോട്ടുകൾക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അത് ഭയങ്കര വലിയൊരു കാര്യത്തിലേക്ക് പോകുന്നത്. വല്ലാത്തൊരു മൈലേജ് കൂടിയാനല്ലേ സിനിമയുടെ. ഇനിയിപ്പോൾ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഈ മറുവശം ഇറങ്ങിയിട്ട് മൈലേജ് ഉണ്ടാക്കണം. അത് ഈ സിനിമ ഏത് രീതിയിലായിരിക്കും കുടുംബ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്? അല്ല, ഇവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പത്രത്തിലോ അല്ലെങ്കിൽ ടി വിയിലോ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനെയൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നാവുന്ന ഒത്തിരി മൊമെൻറ്റ്സ് ഉണ്ട്. എന്തായാലും ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഫെബ്രുവരി 28-ന് മറുവശം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. അപ്പം ജയശങ്കരേട്ടൻ്റെ മൈലേജ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് സിനിമ കണ്ടിട്ട് അറിയാവുന്നതാണല്ലേ. എല്ലാവരും തിയേറ്ററിൽ തന്നെ മറുവശം കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.